ഗൈസ് വെൽക്കം ടു അവർ അഗെയിൻ ന്യൂ വ്ലോഗ്. കുറേ നാളത്തെ ശേഷം എക്സാം കാര്യങ്ങൾ ഇൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പനിയും ജലദോഷം കാര്യങ്ങളായിട്ട് ഇതുവരെ വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. നല്ല പോലെ ലാസ്റ്റ് വ്ലോഗ് പെരുന്നാൾ വ്ലോഗാന്ന് തോന്നുന്നു നാട്ടുകളെ. എന്തായാലും ഇന്നിപ്പോൾ വെറുതെ വ്ലോഗ് ഇടാണ്, ഒന്നുമില്ല, ഭയങ്കര മഴ ഇന്ന്. എന്താ ചെയ്യുക? അപ്പം നമ്മൾ വിചാരിച്ച് ചൂട് കട്ടൻ ചായ കുടിച്ചിട്ട് സെറ്റ് ആവില്ലേ, അത് പോയാക്കാം. മഴ കുറഞ്ഞല്ലേ? കുഞ്ഞാരഞ്ഞ് ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ. വേണ്ട. അപ്പൊ എന്താണ് ഇന്നത്തെ ഫുഡിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഫുഡ് സൂപ്പറാണ്, ഫുഡ് സൂപ്പറാണ്. നല്ല അടിപൊളി ബീഫാണ്. നിങ്ങൾക്ക് വേണോ? മറ്റേ ഇവിടെ നിന്നിട്ട് കുക്ക് ചെയ്യാണ്. കൊടുക്കണം എന്നേ. ചൂട് കട്ടൻ ചായ വിത്ത് മഴ, അത് വേറെ ലെവലാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ മഴയത്ത് കട്ടൻ ചായ കുടിക്കണ പോലെ വേറെ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ കുടിക്കാൻ നിങ്ങൾക്ക് വല്ല ഇതുണ്ടോ, ഐഡിയ ഉണ്ടോ? നോക്കണോ? അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരനുസരിച്ചിട്ട് പഞ്ചസാര. ചില പഞ്ചസാരക്ക് പഞ്ചസാര ഉണ്ടാവില്ല, അല്ല മധുരം ഉണ്ടാവില്ല. അത് എന്തായിട്ട് അറിയില്ല. ഞാൻ കുറേ നോക്കിനായി. പിന്നെ നമ്മൾ പ്രത്യേക എന്താ പറയുക, മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ചായപ്പൊടി. ഇതില്ലാണ്ട് ചായ ആവോ? ഇല്ല. ഇവിടെ നമ്മൾ ഉണ്ടാക്കുക ചായ ഉണ്ടാവുക. അങ്ങനെ ബേസ് വെള്ളം ചൂടാവുന്ന വെള്ളം ചൂടപ്പം ചൂടായിട്ട് നമുക്ക് അപ്പോഴത്തേനും പോയിട്ട് വരാം. എന്താ പറയാ? സ്കൂളിനെ കുറിച്ച് ഉള്ളിൽ അടിപൊളിയാണ്. പിന്നെ കുറെ പാർക്ക് ഉണ്ട്, പിന്നെ കുറെ വണ്ടികളുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ വേറെ വണ്ടിയിലും സ്കൂളിൽ പോകുമ്പോൾ വേറെ വണ്ടിയിലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ കുറെ ടോട്ടലി ഫുൾ വണ്ടിയാണ്. യെസ്. അപ്പോൾ ആള് മക്കതൂമേ ചേർന്ന് കേട്ടോ. അപ്പോൾ അവിടെ ചേർന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ പറയണത്. എന്താവുന്ന എന്തൊക്കെയാണ് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ. കുറച്ച് ഞാൻ ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിടാ. ബുക്ക് കവറിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവന് പഠിക്കാൻ തുടങ്ങണം. ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയാണ് അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഒക്കെ വരാൻ പോണേ അല്ലേ? നമുക്ക് തുറന്നിട്ട് സ്കൂളിൽ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയോ? ആരൊക്കെയാണ് ഫ്രണ്ട്സ്? പേരൊക്കെ പറഞ്ഞേ. ഒരുത്തന്റെ പേര് ഒരുത്തൻ്റെ പേര് പേര് പിന്നെ നിഹാല്. ഒരുത്തന്റെ പേര് പേര് കിട്ടണില്ല. പിന്നെ എന്തായാലും പിന്നീട് നമുക്ക് എന്താക്കുക ചോദിച്ച് മനസ്സിലാക്കി അടുത്ത വ്ലോഗിലേക്ക് പഠിച്ചു വരാൻ പറയാം. സോ ഗൈസ്, അങ്ങനെ വെൽക്കം ടു ബാൽക്കണി വ്യൂ ഓഫ് ചായ കുടിക്കൽ. പിന്നെ ഈ വൈബ് ഉണ്ടല്ലോ വേറെ എവിടെയും കിട്ടില്ല. നല്ലൊരു റൂമാക്കാൻ പറ്റില്ലേ? സോ ഗൈസ്, ഇതാണ് നമ്മളെ ഹൈവേ. വണ്ടിയൊക്കെ സ്പീഡ് പോണ കാണുമ്പോഴല്ലോ വണ്ടി ഓടിക്കാൻ പോലെയാവാ. വണ്ടി കുറഞ്ഞു തോന്നുന്നു. അതാ പോണു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മഴക്കായിട്ട് ഇതേപോലത്തെ വ്യൂ കിട്ടലുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. പിന്നെ എനിക്കോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഈ വ്ലോഗ് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ് ചെയ്യണം. മിനിമം ഒരു 5 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. ഇപ്പോൾ 300 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇപ്പോൾ 500 ആവുള്ളൂ. ഇതിൻ്റെ മുമ്പത്തെ ചാനൽ അറിയുന്നവർക്കറിയാം ചാനൽ പോയത് 1000 അടിക്കുമ്പോഴത്തേനാണ് പോയത്. അപ്പോൾ ആ ഒരു സങ്കടം വേറെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് 1000-ൻ്റെ അപ്പുറം ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നടക്കും എന്ന് വിചാരിക്കുന്നു. ആയാൽ മതിയാണ്. സോ ഗൈസ്, അങ്ങനെ റൂമിലേക്ക് ചാടി വന്നപ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞതാണ്. ഓവർ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കോപ്പറേറ്റ് അടിച്ച് ചെക്ക് ചെയ്യാം. സോ നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുമ്പിൽ TV, പിന്നെ അങ്ങനെ തുടങ്ങിയ എല്ലാം കാര്യങ്ങൾ. സോ എന്തായാലും
ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം എനിക്കിപ്പോൾ തൊണ്ടയ്ക്ക് അത്ര സുഖമല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നമുക്കെല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ വ്ളോഗിലേക്ക് വരാം. അതിന് മുമ്പ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോഴത്തേനും നമുക്ക് എന്താക്കാം, അടുത്ത വ്ളോഗ് സെറ്റാക്കുക. അടുത്ത വ്ളോഗ് മിക്കവാറും ലൈവ് ആയിരിക്കും, കുറേ നാൾ ലൈവ് ഇട്ടിട്ട്. സോ നെക്സ്റ്റ് വ്ളോഗ് ലൈവിലാവും. സോ സിയാ.